ഹലോ. അപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വ്ളോഗ് എടുത്ത് വെക്കുന്നതാണ്, എനിക്ക് പിന്നെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് ഡേ 2 ആണേ. അപ്പം രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിക്കാനായി വെച്ചു. എല്ലാ ദിവസവും കാണിക്കുന്നില്ല, അപ്പം എല്ലാ ദിവസവും ഇതേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ സീരിയൽസ് ഉണ്ട്, പിന്നെ നമ്മളെ കേക്കൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഈ യോഗട്ട് ഭയങ്കര ഇഷ്ടമായി. ഇത് സ്ട്രോബെറീൻ്റെ യോഗട്ടാണ്, പിന്നെ കോക്കനട്ടിൻ്റെ യോഗട്ടും ഉണ്ട്, പിന്നെ ചീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്രൊസാൻ ഉണ്ട്, ക്രൊസാനിൻ്റെ പല പല വിഭാഗങ്ങളുണ്ട്. പിന്നെ മുട്ട നമുക്ക് തന്നെ അങ്ങോട്ട് കുക്ക് ചെയ്യാം. പിന്നെ ഇത് സ്ക്രാമ്പിൾഡ് എഗ്സ് ആണ്. പിന്നെ മഷ്റൂം, നമ്മളെപ്പോഴും വലിയ പോലെ തന്നെ കാര്യങ്ങളൊക്കെ. പിന്നെ കോഫി മെഷീൻ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലോർ മ്യൂസിയത്തിലാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ടാക്സി വരും. തണുപ്പ് സഹിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി തണുപ്പത്തോടെ. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ അടുത്ത പ്ലാൻ നമ്മൾ. അപ്പോൾ നമ്മളെ ടാക്സി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടാക്സിയിലാണ് പോകാൻ വിചാരിക്കുന്നത്. ബസ്സിനെയും കാട്ടിയും എളുപ്പമായിട്ട് തോന്നുന്നത് ടാക്സി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയപ്പോൾ കുറേ നേരം തിരിച്ചു വരാനൊക്കെ ബസ്സൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ പിന്നെ ഊബർ വിളിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇത് ഊബറാട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ടാക്സിയിലാകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആട്ടോ ശരിക്കും. ബസ്സിലാകുമ്പോൾ ശരിക്കും അറിയുന്നുണ്ടായിരുന്നു കുണ്ടും കുഴിയിലൊക്കെ പോകുമ്പോൾ. പിന്നെ കുറേ നടക്കും വേണം, ബസ് സ്റ്റേഷനൊക്കെ നോക്കിയിട്ട്. അങ്ങനെ അത് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരോ കഫേയും ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയിട്ടോ കാണാൻ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മളത് മ്യൂസിയത്തിലെത്തി. ആ മ്യൂസിയത്തിൻ്റെ ആ ഒരു ഭാഗമാട്ടോ, മുന്നിലെ ഓരോ ഭാഗമാണ്. ഈ സ്ട്രീറ്റൊക്കെ കാണാൻ എന്താ രസം അറിയോ. ഇതിപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം രസം ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞില്ല, പണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ എല്ലാം കണ്ടതാണ്. അപ്പം കുട്ടിയൊക്കെ ഓർമ്മയില്ല, പക്ഷേ നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ റീക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി വരാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് ഞാൻ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേ ഫോട്ടോ തന്നെ അവിടെ അതേപോലെ തന്നെ നമ്മൾ പണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇതാണ് ഫോട്ടോ കേട്ടോ. കൊള്ളാം അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം കണ്ട് ടയേർഡായി. പിന്നെ ഇങ്ങനെ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അതൊരു ഫാമിലി ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. എന്താ പറ്റിയത്, എപ്പോഴും എല്ലാവർക്കും ഒരു എക്സാമോ അതും ഇതൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച് പോവല്ലേ. അപ്പം എല്ലാവരും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല ടൈമാണത്. ഇവിടുന്ന് ഇറങ്ങാണ്, നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒരു ഫോട്ടോ റീക്രിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ എവിടെയൊക്കെ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. എന്തായാലും ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്തായാലും നമ്മൾ ലോർ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. നമുക്ക് വലിയ പ്ലാനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് അവിടെ ഒരു ഗാർഡൻ ഉണ്ട്, നമുക്ക് അവിടെ പോവാം, അതായത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാം, അങ്ങനെ കാര്യങ്ങൾ പോകാമെന്നില്ല പ്ലാനാട്ടോ. അപ്പോൾ ഇതാണ് ഗാർഡൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് എവിടെ നിന്ന് നോക്കിയാലും ഏകദേശം നമുക്ക് നമ്മളെ ഐഫിൽ ടവർ കാണാൻ പറ്റും. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയൂ. ഇത്രേ ഉള്ളൂ. പിന്നെ വെള്ളം പിന്നെ പിന്നെ ഐഫിൽ ടവർ കാണാൻ പറ്റും എവിടെ നിന്ന് നോക്കിയാലും അല്ലേ. എവിടെ അതാ സോറി, എവിടെയും അത് കാണുന്നില്ല അവിടെ. ഓ, ഈ ക്യാമറയിൽ കാണൂല. അതാ കണ്ടോ അതാണ് ഐഫിൽ ടവർ. നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു
Coffee? Sweet? Coffee? Like there is a little stone like അവിടെ പോവാ നമുക്കങ്ങനെ വലിയ ഒരു ഇതൊന്നും ഇല്ല അല്ലേ, നമ്മളിങ്ങനെ നടക്കൂല. പിന്നെ അങ്ങോട്ട് പോയാൽ പെറ്റിറ്റ് പ്ലേസ് ഉണ്ട്. നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? പെറ്റിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്മോൾ പ്ലേസ്. നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? Steal stuff? കൈ പിടിച്ചിക്ക് പ്ലീസ്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്ലാസ ഡില കൊൺകേർഡ്, ഇങ്ങനെയാണ് ഫ്രഞ്ചിൽ പറയാ. ഞാനിത് പറഞ്ഞ് ഫ്രഞ്ച് പഠിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം, പ്ലാസ. അത് തന്നെ. ഓക്കെ, അതൊക്കെ നമ്മൾ അവിടുന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ടാക്സി വിളിച്ച് ഇനി നമ്മൾ പോകുന്നത് ആ സ്ട്രീറ്റിൻ്റെ പേര് ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ, കിട്ടിപ്പോയി. ഷോൺസിലേസി. അതാണ് ഈ വലിയ വലിയ ബ്രാൻഡുകളില്ലേ, ലൂയി വിത്തോണും ഡിയോറും അങ്ങനെ പല പല ബ്രാൻഡുകളും ഇല്ലേ, വലിയ സ്ട്രീറ്റാട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ആർക്ക് ഡി ട്രിയോംഫ് എന്ന് പറഞ്ഞ ഇതില്ലേ, നമ്മളെ എന്താണ് ഇന്ത്യ ഗേറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അതും കൂടി കാണാമെന്ന് വിചാരിച്ച്. ലൂയി വിത്തൻ്റെ വലിയൊരു ഹോട്ടലാട്ടോ ഇത്. അത് നെക്സ്റ്റ് ഇയർ ആണ് അത് വരിക. അതുവരെ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സ്വീറ്റ് ഷോപ്പിൽ കയറി ഇതൊക്കെ എന്താണ് മാക്രോൺസൊക്കെ കഴിച്ച്. ഇവിടുത്തെ മാക്രോൺസിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ, സാധാരണ പോലെയല്ല. എന്നിട്ട് ഇതാ ഞാൻ പറഞ്ഞ ആ സംഭവമല്ലേ നമ്മളെ ഇന്ത്യ ഗേറ്റ്, ഞാൻ ഇന്ത്യ ഗേറ്റ് എന്നാണ് പറയുന്നത്. ഇത് എന്താണ് ഇതിന് പറയുക, ആർക്ക് ഡി ട്രംഫ്. വായിൽ കിട്ടുന്നില്ല കേട്ടോ, പേരുകളൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ പറയുമ്പോൾ എന്തെല്ലോ എന്നൊക്കെ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇതും കണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ടാക്സി പിടിച്ച് ഇതാണ് ലക്ഷറി മോളാട്ടോ. അത് വേൾഡിലെ ഫേമസ് മോളല്ല, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. എല്ലാം ഉണ്ട്, എല്ലാ ലക്ഷറി ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. എല്ലാം എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കുറേ പേരുകളുണ്ടല്ലോ. ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ പേരാണ് ഗലറിയ ലഫായത്ത്. ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടി നോക്കട്ടെ. യെസ്, ഗാലറീസ് ലഫായത്ത് അങ്ങനെ പറയാം. അപ്പോൾ ഇതിങ്ങനെ ഓരോ സ്ട്രീറ്റുകളിലും ഇങ്ങനെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, കേൾക്കാത്തതും കേട്ട ബ്രാൻഡും എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. പൈസ ഉണ്ടോ, അതായത് കുറേ പൈസ ചിലവാക്കാനുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് അടിച്ച് പൊളിച്ച് സാധനങ്ങളെല്ലാം വാങ്ങി പോവാം. പക്ഷേ എന്നാലൊരു ഇതില്ലേ, എന്താ പറയുക, വല്ലാത്ത വിലയാണ്, നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത വിലകളാണ്. പക്ഷേ നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മളെല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ കാണാത്ത ബ്രാൻഡുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പാരീസ് എന്ന് പറയുന്നതിന് ഒരു ഫാഷൻ്റെ ഒരു മായാ ലോകം എന്നൊക്കെ പറയേണ്ടി വരും. ആൾക്കാർ ഡ്രസ്സിങ് ഭയങ്കര രസമാട്ടോ കാണാൻ. എല്ലാവരും കുറച്ച് നീറ്റാണ് കുറച്ച്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭംഗി നോക്ക്. ആ അറ്റല്ലേ, അറ്റത്തുനിന്ന് നമുക്ക് കയറിയിട്ട് ഏറ്റവും നടുവിലില്ല, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ മേലെ പോകുന്നുണ്ട്, ആ മേലെ നിന്നുള്ള വ്യൂ കൂടി കാണിച്ചു തരാം കേട്ടോ. എന്തു ഭംഗി അറിയോ. 7 ഫ്ലോർ ഉണ്ട്. ഇതിലെല്ലാത്തിലും ഇതേ പറഞ്ഞ പോലത്തെ ബ്രാൻഡ്സിൻ്റെ ഷോപ്സാണ്. കുട്ടികളതായാലും വലിയ ആൾക്കാരുടെ എല്ലാം, പിന്നെ മേക്കപ്പിൻ്റെത്, നമ്മളെ എല്ലാ സംഭവങ്ങളും, ലാൻകോം മറ്റേത് ഷനാലിൻ്റെ എല്ലാത്തിൻ്റെയും ഷോപ്സ് ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ സ്ഥലമില്ലേ, അതാ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം, അവിടെയാണ് നമുക്ക് നിൽക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പാലം പോലെയാണ്. അവിടുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ ഇതാ വാച്ചിൻ്റെ ഷോ ടാഗോറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാം കണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞാൻ ലൂയി വിത്തൻ്റെ അടുത്ത് പോയിട്ട് കുറേ നേരം നോക്കി. നല്ല രസമുണ്ട് കേട്ടോ വിലയെല്ലാം കാണാൻ. ഒരു മയമില്ലാത്ത വിലയാണ്. അല്ല, നമുക്കറിയാം വില ഉണ്ട്, എന്നാലും പറയാം. അപ്പോൾ ഈ ഒരു വില, ഇതിൻ്റെ വില എത്ര നോക്കാം. 3000. വെറും എത്ര? വെറും 30,000
യൂറോസ് അല്ലേ വെറും. പിന്നെ നമ്മൾ ലഡ്യൂറേൻ്റെ മാക്രോൺസ് ഒക്കെ കണ്ടിട്ടോ, ഭയങ്കര വിലയുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പോയത് എവിടെയാണ്, പല വെറൈറ്റി ഉണ്ട് കേട്ടോ, പച്ച മഞ്ഞ ചുവപ്പ്, പല 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 കളേഴ്സിലും. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ലൂയി വിറ്റൻ്റെ 2ാമത്തെ ഫ്ലോറിൽ ഇതേപോലെ പോയി നോക്കി. നല്ല കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെന്താണ്, ഇതേ സംഭവം തന്നെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ 7 ഫ്ലോറിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സ്ഥലത്തൊക്കെ നോക്കി, നമുക്ക് പറ്റിയത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ വിചാരിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും മേലത്തെ ഫ്ലോറിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് പോലും പാരീസിൻ്റെ വ്യൂ കാണാൻ, നൈറ്റ് വ്യൂ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് കോഫി കുടിക്കാൻ കയറി. പിന്നെ അവിടുന്ന് ചെറുതായിട്ട് ഇത് പറഞ്ഞ പേസ്ട്രീസൊക്കെ ഒന്ന് കഴിച്ച്. അപ്പോൾ ഈ കാണുന്ന വ്യൂ ഇല്ലേ, അതും നമുക്ക് ഇതിൻ്റെ മേലെ ഉണ്ട്, ഒരു തട്ടും കൂടി ഉണ്ട്, 7ാമത്തെ ഫ്ലോറാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളത് ഏറ്റവും മേലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ കേട്ടോ. എന്ത് ഭംഗിയല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് നോക്കിയാലും നമ്മളെ ഐഫിൽ ടവർ കാണാൻ പറ്റും കേട്ടോ. കാണുന്നുണ്ടോ? അതാ അങ്ങ് ദൂരെ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വ്ളോഗ്സ് അവസാനിച്ചു. നാളെ ഞാൻ ഐഫിൽ ടവറിൻ്റെ മേലെ പോകുന്നുണ്ട്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് നാളെ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. താങ്ക് യു, ബൈ.